സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 4 മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, ഷേപ്സ് അറൗണ്ട് us. ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങളെല്ലാവരും കാണുക കേട്ടോ. അപ്പം തേർഡ് പാർട്ടിലേക്ക് നോക്കാം. ഷേപ്പ് വിത്ത് സ്ട്രോസ്. നമ്മൾ എന്താ സ്ട്രോ എന്നറിയാമല്ലോ, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കുഴൽ, അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഷേപ്സ് ഉണ്ടാക്കുവാണ്. മേക്ക് എ ട്രയാങ്കിൾ വിത്ത് സ്ട്രോസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ക്ലേ പ്ലാസ്റ്റിസൈൻ. പിന്നെ അതുപോലെ ക്ലേ ഉണ്ടല്ലോ, നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്ലേ, അത് വെച്ചിട്ട് ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കുവാണ്. എങ്ങനെയാണെന്ന് പറയാം. അതായത് കണ്ടോ ഒരു കുട്ടി ചെയ്യുന്നത്. അപ്പോൾ അവൾ 3 സ്ട്രോസ് എടുത്തിട്ടുണ്ട്. ആ 3 സ്ട്രോയും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കോർണറുകളിൽ, അതായത് 2 സ്ട്രോ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചെറിയ ക്ലേ ബോൾസ് വെച്ചേക്കുവാണ്. അങ്ങനെ ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നു. ഡസ് ദ ഷേപ്പ് ഓഫ് ദ ട്രയാങ്കിൾ ചേഞ്ച് ഇഫ് യു ജെൻറ്റ്ലി പുഷ് വൺ ഓഫ് ഇറ്റ് സൈഡ്സ്. അതായത് ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചെറിയ ഒരു തള്ളു വെച്ച് കൊടുത്താൽ ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്കറിയാം ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെയൊക്കെ ആയി മാറും, അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. യെസ്, ട്രേസ് എ ട്രയാങ്കിൾ യു മെയ്ഡ് വിത്ത് ദ സ്ട്രോസ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ അത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ആംഗിൾ ഡസ് എ ട്രയാങ്കിൾ ഹാവ്. ഒരു ട്രയാങ്കിളിന് ഏത് ടൈപ്പ് ആംഗിൾസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ നമ്മൾ ഏത് രീതിയിൽ മേക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ആ ട്രയാങ്കിൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെ 2 90 ഡിഗ്രിയിൽ, 3 ഇത് 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾസ് ആയിട്ടാണ് വരുന്നത്. ദെൻ മേക്ക് എ റെക്റ്റാങ്കിൾ ഷേപ്പ് വിത്ത് സ്ട്രോസ് ആൻഡ് ക്ലേ. ഇനി ഇതുപോലെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കുകയാണേ. ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കുമ്പോഴും 4 സ്ട്രോ ആണ് ഉപയോഗിക്കുന്നത്. 4 സ്ട്രോ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്ലേ ബോൾസ് കോർണറുകൾ, 2 സ്ട്രോകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്ത് ക്ലേ ബോൾസ് വെക്കുന്നു. സെയിം മെത്തേഡാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിളാണ് ഇതിൻ്റെ ആംഗിൾസ് വരുന്നത്. അതായത് ഇതിൻ്റെ ഓരോന്നിലും ഓരോ കോണിലും വരുന്നത് ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിളാണ് വരുന്നത്. ഇത് നമ്മൾ ഒരു ചെറിയ പുഷ് കൊടുത്താൽ ഞാൻ കണ്ടോ ഇതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ഈ ആംഗിൾസ് വ്യത്യാസം വരും. കണ്ടോ, റൈറ്റ് ആംഗിൾ എന്നുള്ളത് ഒബ്റ്റ്യൂസും അക്യൂട്ടുമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. വാട്ട് വാസ് ഹാപ്പൻ ടു ദ ആംഗിൾ ഓഫ് ദ ന്യൂ ഷേപ്പ്. പുതിയ ഷേപ്പിന് എന്താണ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? ആർ ദേ സ്റ്റിൽ റൈറ്റ് ആംഗിൾസ്. ഇപ്പോഴും അത് റൈറ്റ് ആംഗിൾസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഇല്ല. വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഹാവ് ഫോംഡ്. എങ്ങനത്താണ് നമ്മളിത് പുഷ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്? ഒന്നിൽ അക്യൂട്ട് ആംഗിൾസ് ആണ് ഇവിടെയും വരുന്നത്. പിന്നുള്ളത് ഒബ്റ്റ്യൂസ്. അപ്പോൾ റൈറ്റ് ആംഗിൾ എന്നുള്ളത് മാറി അക്യൂട്ടും ഒബ്റ്റ്യൂസും ആംഗിൾസ് ആയിട്ട് മാറുന്നുണ്ട്. സിമിലർലി പുഷ് വൺ ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ. ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് സ്ക്വയറിനെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഷേപ്പിൽ നമുക്ക് റൈറ്റ് ആംഗിൾ തന്നെയാണ് ആംഗിൾസ് വരുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുകയും ആംഗിൾസ് വ്യത്യാസം വരികയും ചെയ്യുന്നുണ്ട്. ആർ ദേ സ്റ്റിൽ റൈറ്റ് ആംഗിൾസ്? വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഹാവ് ബീൻ ഫോംഡ്? ഹൗ ആർ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ സിമിലർ ഓർ ഡിഫറെൻറ്റ്? ഇനി ട്രയാങ്കിൾസിൻ്റെ ഏത് ട്രയാങ്കിൾ പുഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ആംഗിൾസ് വ്യത്യാസം വരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ട്രയാങ്കിൾ ആണെങ്കിലും റെക്റ്റാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും എന്തുവാണെങ്കിലും ശരി, അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ആംഗിൾസിന് വ്യത്യാസം വരുന്നുണ്ട്. യൂസ് എ ഡോട്ട് ഗ്രിഡ് ഗിവൻ ബിലോ ടു ഡ്രോ സെവറൽ 3 and 4 സൈഡഡ് ഷേപ്സ്. സർക്കിൾ ദ ഷേപ്പ് ദാറ്റ് ഹാവ് 1 or more റൈറ്റ് ആംഗിൾസ്. അതായത് 3 സൈഡഡ് ഷേപ്പും പിന്നെന്താ 4 സൈഡഡ് ഷേപ്സുമായിട്ട് ഷേപ്സ് വരയ്ക്കാനാണ് പറയുന്നത് കേട്ടോ. ഈ ഡോട്ടിലൂടെ വരച്ചാൽ മതി. നിങ്ങൾക്ക് സ്ക്വയർ വരയ്ക്കാം, ദെൻ റെക്റ്റാങ്കിൾ വരയ്ക്കാം, ദെൻ ട്രയാങ്കിൾസ് വരയ്ക്കാം. ട്രയാങ്കിൾസ് നമുക്ക് പലതരത്തിലുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ദെൻ നമുക്ക് പക്ഷേ 4 സൈഡഡ് ഫിഗറും 3 സൈഡഡ് ഫിഗറുമേ വരയ്ക്കാൻ പറ്റും കേട്ടോ. ട്രയാങ്കിൾ പല ഷേപ്പിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. പിന്നെ പല ടൈപ്പിലുള്ള
ഫോർ സൈഡഡ് ഫിഗർ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം. ഡോട്ടിനകത്ത് കൂടെ തന്നെ സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് 1 or more റൈറ്റ് ആംഗിൾസ് ഉള്ളത് ഏതാണെന്ന്. അപ്പോൾ സ്ക്വയറിനാണെങ്കിൽ എല്ലാ സൈഡും റൈറ്റ് ആംഗിളാണ് വരുന്നത്. അതുപോലെ റെക്റ്റാങ്കിൾ നമുക്ക് എല്ലാ സൈഡും റൈറ്റ് ആംഗിൾസ് ആണ് പോലെ. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വന്നിട്ടുള്ള ട്രയാങ്കിളാണെങ്കിൽ ഈ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ബാക്കി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾസ് അല്ല വരുന്നത്, അതായത് 90 ഡിഗ്രി അല്ല വരുന്ന, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് അനുസരിച്ചുള്ള ഫിഗേഴ്സ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് റൈറ്റ് ആംഗിൾ ഉള്ളത് സർക്കിൾ ചെയ്യാം. വാട്ട് ഷേപ്പ് ഡിഡ് യു മേക്ക്? ഹൗ മെനി ഷേപ്സ് ഹാവ് യു മെയ്ഡ് വിത്ത് 1 റൈറ്റ് ആംഗിൾ? ഓരോ റൈറ്റ് ആംഗിളുള്ള എത്ര ഷേപ്പ് വരച്ചായിരുന്നു? ഒരു റൈറ്റ് ആംഗിളുള്ള സ്ക്വയർ വരച്ചു, റെക്റ്റാങ്കിൾ വരച്ചു, പിന്നെ ഒരു ട്രയാങ്കിളും വരച്ചായിരുന്നു അല്ലേ. 2 റൈറ്റ് ആംഗിൾസ് ഉള്ളതോ? നമ്മൾ 2 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ടെങ്കിൽ സ്ക്വയറിനും റെക്റ്റാങ്കിളിനും 2 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. 3 റൈറ്റ് ആംഗിൾ അല്ല, എല്ലാം റൈറ്റ് ആംഗിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അതായത് സ്ക്വയറും റെക്റ്റാങ്കിളും എന്താണ്? റെക്റ്റാങ്കിളും എല്ലാ സൈഡ്സും റൈറ്റ് ആംഗിൾസ് ആണ് വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച്. Here are some four-sided shape. In what ways are rectangle and square different from these shape? ഇവിടെ നമുക്കൊരു 3 ഷേപ്പ് തന്നിട്ടുണ്ട്. ഇത് സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം 4 സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ ആണ്. സ്ക്വയറും റെക്റ്റാങ്കിളും അതുപോലെ 4 സൈഡഡ് ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. പക്ഷേ ഇതിന് ആംഗിൾസിന് വ്യത്യാസമുണ്ട് കേട്ടോ. 4 സൈഡഡ് ആണെന്ന് പറഞ്ഞാലും സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ എങ്ങനെയാണ്? അതിൻ്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ഒന്നും ആംഗിൾസ് 90 ഡിഗ്രി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ട്രൈ ടു മേക്ക് 5 സൈഡഡ് ഷേപ്പ് വിത്ത് ഓൾ സൈഡ്സ് ഈക്വൽ. ഇത് ഒരു പെൻറ്റഗൺ, നമ്മൾ സ്ട്രോ വെച്ച് ക്ലേ വെച്ച് ഒരു പെൻറ്റഗൺ 5 സൈഡ് ഉണ്ട്. 1 2 3 4 5 അങ്ങനെ 5 സ്ട്രോ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണേ. ആർ ദീസ് റൈറ്റ് ആംഗിൾസ്? ഇത് റൈറ്റ് ആംഗിൾസ് ആണോ? അല്ല. ഡസ് എ ഷേപ്പ് ഓഫ് പെൻറ്റഗൺ ചേഞ്ച് ഇഫ് വി ജെന്റലി പുഷ്? നമ്മളിതും അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾസ് എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ക്യാൻ യു മേക്ക് എ സർക്കിൾ യൂസിങ് സ്ട്രോ? ഇനി സ്ട്രോ വെച്ചിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കുന്നതാണ്. അതായത് ഈക്വൽ ആയിരിക്കണം സ്ട്രോയുടെ നീളം. നോക്കി, ഇവിടെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള സ്ട്രോസ് ആണ് വെക്കുന്നത്. ദ ലെങ്ത് ഓഫ് ദ സ്ട്രോസ് ഇൻ ദ പിക്ചർ ആർ ഈക്വൽ. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ടേക്ക് സ്ട്രോസ് അൺഈക്വൽ ലെങ്ത്? അൺഈക്വൽ ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ കിട്ടത്തില്ല. ഒരു സ്ട്രോയ്ക്ക് ഈ നീളം കാണും, ഒരെണ്ണത്തിന് ഇച്ചിരൂടെ ചെറുത്. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു സർക്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. Then let us make. Can you use a scale to draw a circular shape? ഇനി സ്കെയിൽ വെച്ച് നമുക്കൊരു സർക്കുലർ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് എളുപ്പമാണ്. നിങ്ങളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് സെൻറ്റർ ഭാഗത്തേക്ക് ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻറ്റിൽ നിന്ന് സ്കെയിൽ വെച്ച് കൃത്യമായി, ഇപ്പം 4 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ 4 സെൻറ്റിമീറ്റർ ഈ പോയിൻറ്റിൽ തന്നെ വെക്കണം. സ്കെയിൽ 0 വെച്ചിട്ട് സ്കെയിലിൻ്റെ ആ പോയിൻറ്റിൽ സ്കെയിൽ വെച്ചിട്ട് നേരെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഈ കിട്ടുന്ന സ്ഥലത്ത് നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. ദെൻ അതുപോലെ അടുത്തതും ഈ പോയിൻ്റിൽ തന്നെ ആയിരിക്കണം സ്കെയിലിൻ്റെ ഒരെൻഡ്. മറ്റേത് മാറ്റി മാറ്റി വെച്ച് ഇങ്ങനെ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ നിങ്ങൾ വട്ടം വരയ്ക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന പോയിൻറ്റ്സ് ഇല്ലേ നമ്മൾ കുത്തിടുന്നേ, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. ടേക്ക് എ പീസ് ഓഫ് സർക്കുലർ പേപ്പർ. ഒരു വട്ടത്തിലുള്ള പേപ്പർ എടുക്കുക. ഫോൾഡ് യുവർ പേപ്പർ ഇൻ ഹാഫ് ആൻഡ് ക്രീസ് ഇറ്റ് വെൽ. ഇതുപോലെ പകുതിക്ക് വെച്ച് നമ്മൾ മടക്കുക കേട്ടോ. ഓപ്പൺ ദ ഫോൾഡ് ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്രീസ് യൂസിങ് എ ത്രെഡ്. നമ്മൾ ഈ മടക്ക് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ ലെങ്ത് നിങ്ങളൊരു ത്രെഡ് നൂലുപയോഗിച്ച് അളക്കുക. ഫോൾഡ് യുവർ പേപ്പർ ഇൻ ഹാഫ് ഇൻ ഡിഫറെൻറ്റ് വേ ആൻഡ് ക്രീസ് ഇറ്റ് വെൽ. പിന്നെ ഇതുപോലെ വീണ്ടും പകുതിക്ക് വെച്ച് വീണ്ടും മടക്കുക. ഫോൾഡ് ഇറ്റ് അഗെയിൻ ആൻഡ് ഹാഫ് ഡിഫറെൻറ്റ് വേ ആൻഡ് ക്രീസ് ഇറ്റ് വെൽ. ഓപ്പൺ ആൻഡ് ഫോൾഡ്, മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്രീസ്. അതായത് ഇങ്ങനെ
നമ്മൾ ആദ്യം പകുതി മടക്കുന്നു, പിന്നെ അതിന് ശേഷം 4 മടക്കുന്നു. ഇങ്ങനെ മടക്കി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മടക്കുകൾ കിട്ടുമല്ലോ. അതായത് ഈ നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ ഈ മടക്കുകളുണ്ടല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം മടക്കുമ്പോൾ ആ മടക്കുകളുടെ ലെങ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ആ അളവ് ഒരുപോലെയാണ്. അതായത് ഇതിനെ എത്രയായിട്ട് ചെറുതായിട്ട് മടക്കിയാലും ഇങ്ങനെ വരുന്ന ഈ സെൻറ്ററിലൂടെ വരുന്ന മടക്കൾ, നമ്മൾ സെൻറ്ററിലൂടെയാണ് മടക്കൾ ഇടുന്നത്. ആ മടക്കളുടെ എല്ലാം ലെങ്ത് ഒരുപോലെ ഇരിക്കും. മനസ്സിലായോ? Then the length of all creases are equal and these creases are called diameters of a circle. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ, അതായത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുകയും സർക്കിളിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു മെഷർമെൻ്റാണ് ഇത്. ഇതിനെ നമ്മൾ ഡയമീറ്റർ എന്നാണ് പറയുന്നത്. ഡിസ്കസ് വേർ ദ സെൻറ്റർ ഓഫ് ഈസ്. ഡു യു നോട്ടീസ് ദാറ്റ് ഓൾ ദ ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ സെൻറ്റർ. ഈ സെൻറ്ററിലൂടെ ആയിരിക്കും എല്ലാ ഡയമീറ്റേഴ്സും പോകുന്നത്. അതായത് ഒരു സർക്കിൾ നമ്മളെടുത്താൽ അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത്, അതായത് ഈ സർക്കിളിൻ്റെ ഒരറ്റത്തു നിന്നും സെൻറ്ററിലൂടെ മറ്റേ അറ്റം വരെ പോകുന്ന മെഷർമെൻറ്റിനാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അത് സെൻറ്ററിലൂടെ തന്നെ പോയെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയത്തുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്രീസസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ടു ദ ബോർഡർ ഓഫ് ദ സർക്കിൾ. ദിസ് ഈസ് കോൾഡ് ദ റേഡിയസ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു എൻഡിൽ ഒരു എൻഡിൽ നിന്ന്, സർക്കിളിൻ്റെ ഒരു എൻഡിൽ നിന്ന്, എൻഡെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബോർഡർ ഭാഗത്തിൻ്റെ ഒരു പോയിൻ്റ് കേട്ടോ, ആ പോയിന്റിൽ നിന്ന് അതിൻ്റെ സെൻറ്ററിലൂടെ ചെന്ന അങ്ങേ ബോർഡറിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പകുതി ഭാഗം, അതായത് സെൻറ്ററിൽ നിന്ന് ഈ ഒരു ബോർഡറിലേക്ക് മാത്രമുള്ളതിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് പകുതി, ഡയമീറ്ററിൻ്റെ പകുതി. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്തിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നു. പിന്നെ പകുതിയെ ഉള്ളെങ്കിൽ അതിനെന്ത് പറയുന്നു, റേഡിയസ് എന്ന് പറയുന്നു. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2. ഡയമീറ്ററിനെ 2 ഭാഗിക്കുന്നതിന് തുല്യമാണ് റേഡിയസ് അല്ലെങ്കിൽ R. ഡിസ്കസ് ഇഫ് ദെയർ ഈസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ഡയമീറ്റർ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫോൾഡ് ദ സർക്കുലർ പേപ്പർ ഇൻ ഹാഫ്. ഫോൾഡ് ഇസ് ഹാഫ് എഗെയിൻ. അതായത് ഈ സർക്കുലർ ഷേപ്പിനെ ഒരു പകുതിയാക്കുന്നു, പിന്നെ 4 ആക്കുന്നു. ദ ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ ഈസ് ഹാഫ് ഓർ ഡബിൾ ഓഫ് ദ ലെങ്ത് ഓഫ് ദ റേഡിയസ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഡബിളാണ്. അതായത് 2 ഇൻറ്റു റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ. Then a circle having make easily using a compass. ഇനി ഒരു കോമ്പസാണ് സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കോമ്പസിനെക്കാട്ടി വലിയ വലിപ്പമുള്ള ഒരു പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യില്ലെന്നുള്ള. ഏകദേശം നമ്മുടെ കോമ്പസും പെൻസിലും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കണം. ഇച്ചിരി വ്യത്യാസം കുഴപ്പമില്ല, ബട്ട് പുതിയൊരു പെൻസിലെടുത്ത് കോമ്പസിലിടരുത്. പിന്നെന്താ ചെയ്യേണ്ടത്, ഈ കോമ്പസ് നമ്മൾ പെൻസിലേക്ക് ഇട്ട് മുറുക്കുമ്പോൾ ഇതിൻ്റെ എൻഡ് കണ്ടോ, കോമ്പസിൻ്റെയും പെൻസിലിൻ്റെയും ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ അളവെടുക്കണം. നമുക്ക് എത്ര ദൂരത്തിലാണോ സർക്കിൾ വരയ്ക്കേണ്ടത് അതിൻ്റെ അകലം സ്കെയിൽ യൂസ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൻ്റെ 0 പോയിൻ്റ് ഈ കോമ്പസിൻ്റെ പോയിൻ്റിൽ എടുത്തിട്ട്, മറ്റിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്കെയിൽ നമ്മളിവിടെ വെക്കുന്നു. ഇവിടെ വെക്കുമ്പോൾ അതിൻ്റെ 0 സ്കെയിലിൻ്റെ 0യിൽ ഈ കോമ്പസിൻ്റെ ഈ പോയിൻ്റ് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ദൂരമാണോ വേണ്ടത് അത് പെൻസിലിൻ്റെ ഭാഗം നീക്കി എടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ, നമ്മൾ ഒരു പേപ്പറിൽ എവിടെയാണോ സർക്കിൾ വരയ്ക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഈ കോമ്പസിൻ്റെ പോയിൻ്റ് കുത്തിപ്പിടിക്കണം. ഒരിക്കലും കോമ്പസിൻ്റെ പോയിൻ്റ്, അതായത് കോമ്പസിൻ്റെ മുന ഒരിക്കലും നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പെൻസിൽ വേണം വട്ടത്തിൽ കറക്കാൻ. അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെ തന്നെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് പെൻസിൽ വട്ടത്തിൽ കറക്കി ഒരു സർക്കിൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടേ അവർ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ
സർക്കിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞാനിപ്പം വെറുതെ ഒരു സർക്കിൾ വരച്ചു. പിന്നെ അടുത്ത സർക്കിൾ വരയ്ക്കുമ്പോൾ കോമ്പസ് വെച്ച് സർക്കിൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്ത് ഇങ്ങനെ, മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ ഇതിന് സർക്കിൾ ഉണ്ടാക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, തൊട്ടിപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സർക്കിൾസ് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിപ്പോൾ ഇടയ്ക്ക് ഈ ഭാഗത്ത് കണ്ടോ ഒരു ഫ്ലവറിൻ്റെ പോലെ കിട്ടിയത്. ഇങ്ങനെ സെയിം ഷേപ്പ് സെയിം സൈസ് ആയിരിക്കണോ, സർക്കിളെല്ലാം സെയിം റേഡിയസിൽ വരയ്ക്കണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എടുത്തില്ലേ, ആ പെൻസിലെടുത്തേ, ആ പെൻസിൽ അപ്പം ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതാ ഈ ദൂരം ഉണ്ടല്ലോ, നമ്മളിപ്പം അളവെടുത്തിരിക്കുന്ന ദൂരം ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ദൂരം നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഇതാണ് റേഡിയസ് ആയിട്ട് എടുക്കുന്നത്, ഈ സ്കെയിലെടുത്ത ദൂരം. അപ്പോൾ ആ സെയിം ദൂരം എടുത്ത് വേണം സർക്കിൾസ് ഓരോന്നും വരയ്ക്കാൻ. റേഡിയസ് മാറിപ്പോവരുത്. അപ്പോൾ എത്ര സർക്കിൾ വരച്ചാലും സെയിം റേഡിയസിൽ വരച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. നിങ്ങൾക്ക് കളറൊക്കെ ചെയ്യാം. ഇവിടെയും നമുക്ക് ഒരു ഡിസൈൻ തന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സർക്കിൾ. മാർക്ക് ദ സെൻറ്റർ, റേഡിയസ് ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ഡിസൈൻ വിത്ത് എനി കളർ ഓഫ് യുവർ ചോയ്സ്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് നോക്കാനാണ്. സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ടോ, കണ്ടോ ഇവിടെ ഇതാണ് സെൻറ്റർ. ചെറിയൊരു ഡോട്ട് ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആ ഡോട്ട്? ഇനി സെൻറ്റർ, റേഡിയസ് എന്ന് പറയുന്നത് വേറൊരു കളർ കൊടുക്കാം. ഇവിടുന്ന് റേഡിയസ് എന്ന് പറയുന്നത് ഈ ദൂരം. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡയമീറ്റർ ചോദിച്ചിട്ടുണ്ട്. ഡയമീറ്റർ വേറൊരു നിറത്തെ നമുക്ക് കൊടുക്കാം. ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈനിൽ നിന്ന് മറ്റൊരു ബോർഡർ ലൈനിലേക്ക് വരുന്നത്, ഇതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ലുക്ക് അറ്റ് ദ വീൽസ്. നമുക്ക് കുറച്ച് വീൽസ് തന്നിട്ടുണ്ട്, വീൽസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതെല്ലാ വീൽസും ഏത് ഷേപ്പാണ്? സർക്കിൾ പോരായിട്ട് ലുക്ക് ലൈക്ക് സർക്കിൾസ് അല്ലേ, സർക്കിൾസ്. ആൻഡ് നെയിം ദ വീൽ വിച്ച് ഹാസ് ലോങ്ങസ്റ്റ് റേഡിയസ്. ഏറ്റവും കൂടുതൽ റേഡിയസ് ഉള്ളത് ഏതാണ്? യെസ്, ബി ആണ് അല്ലേ, ബി ആണ്. ഷോർട്ടസ്റ്റോ? യെസ്, ഡി ആണ്. ദെൻ ലോങ്ങസ്റ്റ് ഡയമീറ്റർ ഏതിനാണ് ഉള്ളത്? ലോങ്ങസ്റ്റ് ഡയമീറ്റർ നോക്കിയേ, ലോങ്ങസ്റ്റ് ഡയമീറ്റർ അതിനുള്ളത്. ലോങ്ങസ്റ്റ് റേഡിയസ് ഉള്ളതിന് തന്നെയാണ്. റേഡിയസ് കൂടുന്നതിനനുസരിച്ചല്ലേ ഡയമീറ്ററും കൂടുന്നുള്ളൂ. ദെൻ ഷോർട്ടസ്റ്റ് ഡയമീറ്ററോ? അപ്പോൾ ഏറ്റവും ചെറുത് അല്ലേ, ഡി. ഇനി നോക്കിയേ, കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഈ ഷേപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. മിക്സ് ചെയ്തിട്ടേക്കുവാണ് ഹിഡൻ ഷേപ്സ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, സിലിണ്ടർ ഉണ്ട്, ഒരു സർക്കുലർ ഷേപ്പ്, റെക്റ്റാങ്കിൾ, സ്ക്വയർ അല്ലേ. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്തൊക്കെയായിരുന്നു കാണാൻ പറ്റുന്നത്? സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെന്തായിരുന്നു, ദെൻ ട്രയാങ്കിൾ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഈ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്ക്വയർ ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. ദെൻ സർക്കിൾ, ഒരു സർക്കിളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഡ്രോ 2 ലൈൻസ് ടു ഡിവൈഡ് ദ ട്രയാങ്കിൾ ഇൻറ്റു 1 സ്ക്വയർ ആൻഡ് 2 ട്രയാങ്കിൾസ്. അതായത് 2 ലൈൻസ് വരച്ചിട്ട് ഈ ഡോട്ട്സിലിരിക്കുന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? ഒരു സ്ക്വയറും 2 ട്രയാങ്കിളുമായിട്ട് മാറ്റണം. അപ്പോൾ 2 ലൈനെ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. 1 തന്നെ ഉണ്ടോ? ഇപ്പോൾ 2 ലൈൻ വരച്ചു. ഇത് സ്ക്വയറായി, ഇത് 2 ട്രയാങ്കിൾസായി. നെക്സ്റ്റ്, ഡ്രോ 2 ലൈൻസ് ടു ഡിവൈഡ് ദ സ്ക്വയർ ഇൻറ്റു 3 ട്രയാങ്കിൾസ്. തന്നിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. ഇതിന് 2 ലൈൻ വരച്ചുകൊണ്ട് നിങ്ങൾ 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നേരിട്ട് വെക്കുക. ദെൻ ഇപ്പോൾ 2 ലൈനേ വരച്ചുള്ളൂ, 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. Draw the lines to show cut needed the shape to left column to get the smaller shapes. അതായത് ഈ തന്നിരിക്കുന്ന ഈ ഷേപ്സിലേക്ക് ഇതിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. എന്ത് ചെയ്യണം?
ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അല്ലേ. ഇതും അതുപോലെ നമുക്ക് നോക്കാം. ഇതിനിങ്ങനെ ചരിച്ച് വെട്ട് ഇങ്ങനെ, ദെൻ ഇതിനെ വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. ഇനി ലാസ്റ്റ് വൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് ലാസ്റ്റ് ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, ഇവിടെയും ഇങ്ങനെയും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഈ തന്നിരിക്കുന്ന 2 ഷേപ്പ് കിട്ടും. ഇനിയും sort the 2D shape cards given at the end of the book into 3 groups according to their sides and draw the sorted shapes in the space given below. ഇനി എത്ര സൈഡ് ഉണ്ട് എന്നതിനനുസരിച്ച് ഗ്രൂപ്പ് 1, 2, 3 എന്ന് സോർട്ട് ചെയ്യാനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിൽ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്, അത് നോക്കിയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പം ഗ്രൂപ്പ് 1 നോക്കി അവർ പറഞ്ഞിട്ടുണ്ട് സൈഡ് നോക്കിയാണ് അക്കോർഡിംഗ് ടു ദെയർ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 സൈഡ് ഉള്ളതാണ് നിങ്ങൾ ഗ്രൂപ്പ് 1 കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2 സൈഡ്സ് ഫിഗറാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ 3, 4 ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അത് കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വൈ സോർട്ടഡ് യുവർ ഷേപ്സ് ഇൻ ദ വേ. എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നമ്മൾ അതിനകത്ത് പറയണേ. Squiggly the spider make web in different shapes. One day she began to make triangular web. നോക്കിയേ, നമ്മുടെ ഒരു സ്പൈഡറാണ് സ്ക്വിഗ്ലി എന്ന് പറയുന്നത്. അത് ഒരു വെബ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആണ് ഇൻ ഹെർ വെബ്? ഈ വെബിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. നോക്കിയേ, 1, 2, 3, 4, 5, 6, then 7 കണ്ടോ, ഇത് 7, 8. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കളർ മാറ്റിയിട്ട് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം നമുക്ക് ഓരോന്ന്. ആദ്യം ഈ കളർ തന്നെ നോക്കാം. 1, 2, 3, 4, 5, 6. വേറെ കളർ നോക്കാം. ദെൻ 7 ഉണ്ടോ, 8, 10. അടുത്തത് നോക്കാം. ദെൻ ഇത് 9, 10. കണ്ടോ, മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 10 ട്രയാങ്കിൾസ് ഉണ്ട്. ഷീ ലൈക്സ് ടു ടേക്ക് വാക്ക് ഈച്ച് മോർണിംഗ് ടു ചെക്ക് ഇഫ് ദ walls ഓഫ് ദ web are strong. Can she begin at a point A and reach back to the same point without walking into any wall? നോക്കി, എയിൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം പോലും എന്താ പറയുന്നത് വേറൊരു വോളിലൂടെയും നടക്കാതെ, അതായത് തിരിച്ച് നടക്കാതെ സെയിം വേയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. അതായത് ഈ വെബിൻ്റെ എല്ലാ ഭാഗത്തോടും വന്നു, പക്ഷെ ഒറ്റ പ്രാവശ്യമുള്ളൂ, തിരിച്ച് വരരുത്. ഇപ്പം ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇതുവഴി വരരുത്. അങ്ങനെ 1, 2, 3, 4 അവൾ ഏത് വഴിയൊക്കെയാണോ പോകുന്നത് അതുവഴി പിന്നെ തിരിച്ച് വരരുത്. കണ്ടോ, ഇങ്ങനെ നോക്കി ആ വെബിൻ്റെ ഉറപ്പ് നോക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അതുപോലെ ഹെർ ബ്രദർ വിഗ്ലിയും ഒരു വെബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ നോക്കിയാൽ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം നമുക്ക്. 1, 2, 3, 4, 5, 6 അല്ലേ. ദെൻ ഇനിയുണ്ട് 7, 8, 9, 10 അല്ലേ. 10 ഇത്ര ഉള്ളൂ അല്ലേ. അപ്പോൾ അത് 10 എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Then can be begin at a point A and leave from point B without walking on any wall more than once. ഇനിയും ഇതും അതുപോലെ തന്നെ മുമ്പേ പോയ പോലെ, പക്ഷേ ഇതിന് പോയിൻറ്റിന് ചെറിയൊരു വ്യത്യാസം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളെങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? ഈ എയുടെയും ബിയുടെയും പോയിൻറ്റ് നമ്മൾ മാറ്റി വന്നിടുവാണേ. ഇത് എ എന്നും ഇത് ബി എന്നും.
എങ്കിൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് ഒരു ഇതിനകത്തിലൂടെ, അതായത് ഒരു ബോർഡറിലൂടെയും റിപ്പീറ്റ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ നമുക്ക് 1 2 3 4 ഒരു സൈഡിലൂടെ ഞാൻ നോക്കണേ. ദെൻ 5 6 7 8 9 10 11 12 13 then 14 15 16 17 18 19 കണ്ടോ? റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ വന്നു. യൂസ് 5 മാസ്റ്റിക്സ് ടു മേക്ക് 2 triangles. Then draw it into the space provided. അതായത് 5 മാസ്റ്റിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് 2 ട്രയാങ്കിൾസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. മാസ്റ്റിക്സ് 5 എണ്ണമേ ഉള്ളൂ. നോക്കിയേ എത്ര എണ്ണം വന്നു? ഒരു മാസ്റ്റിക്ക് 1 2 3 4 5 കണ്ടോ? 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതായത് ഇതൊരു ട്രയാങ്കിൾ, ദെൻ മുകളിലുള്ള ഈ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസ്. ഇനി മൂവ് 2 ഓഫ് ദീസ് മാസ്റ്റിക്സ് ടു ഫോം 4 ട്രയാങ്കിൾസ്. അതായത് 4 ട്രയാങ്കിൾസ് നമുക്ക് വേണം. പക്ഷേ ഇതിൻ്റെ 2 മാസ്റ്റിക്സേ മാറ്റാവും. നോക്കാം, ഇത് രണ്ടും നമുക്കങ്ങ് മാറ്റാം. ഇത് ഇത്രയും. ഇവിടെ ഒരെണ്ണം വെക്കാം, ഇവിടെ ഒരെണ്ണം വെക്കാം. എത്ര എണ്ണം കിട്ടി? 1 2 3 4 കണ്ടോ? 4. അപ്പോൾ ഈ 2 എണ്ണം എടുത്ത് മാറ്റി ഈ 2 എടുത്ത് ഇവിടെയും വെച്ചു. ദെൻ റിമൂവ് 4 ഓഫ് ദീസ് മാസ്റ്റിക്സ് ടു ലീവ് only 3 ട്രയാങ്കിൾസ്. 4 എണ്ണം മാറ്റിയിട്ട് 3 ട്രയാങ്കിൾ ആക്കുക. 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് 2 എണ്ണം മാറ്റി, ഇതൊന്ന്. അപ്പം 4. അപ്പോൾ എത്ര ട്രയാങ്കിളായി? ഇതൊരു ട്രയാങ്കിൾ, ദെൻ ഇതൊരു ട്രയാങ്കിൾ, ദെൻ ദിസ് വൺ അനദർ ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ നോക്കിയേ, മോഡൽ ചലഞ്ച്. ക്യാൻ യു മേക്ക് എ മോഡൽ ഓഫ് സോളിഡ് ഷേപ്പ് വിച്ച് ഹാസ് 12 straws ആൻഡ് 8 clay balls. നിങ്ങൾ 12 straws 8 clay balls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 12 straws എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് ആണ്, 12 എഡ്ജസ് ഉള്ളത്. എഡ്ജസ് 12 ഉണ്ടാവണം, കോർണേഴ്സ് 8 ഉണ്ടാവണം. 8 കോർണേഴ്സ്. മനസ്സിലായോ? അതാണ് നമ്മൾ എഡ്ജസും ക്ലേ ബോൾസും എന്ന് പറയുന്നത്. മറക്കരുത്. തന്നിട്ടുണ്ട്. ക്ലേ ബോൾസ് എന്ന് പറയുന്നത് കോർണറുകളാണ്, എഡ്ജസ് എന്ന് പറയുന്നതാണ് നമ്മൾ സ്ട്രോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 12 എഡ്ജും 8 കോർണറും വരുന്ന എന്താണ്? ക്യൂബ് അല്ലെങ്കിൽ ക്യൂബോയിഡ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത് കേട്ടോ. 9 straws ആൻഡ് 6 clay balls എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 എഡ്ജസും 6 കോർണേഴ്സും വന്ന് എന്താണ് വരുന്നത്? ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ prism. Here is M, prism. Then 15 straws and 10 clay balls. 15 straws, 15 സൈഡ് ഉണ്ടായിരിക്കണം, അതായത് എഡ്ജസ് ഉണ്ടായിരിക്കണം. അതായത് പെൻറ്റഗണൽ പ്രിസം. ദെൻ 10 straws and 6 clay balls. അതും പെൻറ്റഗണലാണ്, പക്ഷെ പ്രിസം അല്ല. ക്ലേ ബോൾസിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പെൻറ്റഗണൽ പിരമിഡാണ്. പെൻറ്റഗണൽ പിരമിഡ്. ക്ലാസിഫൈ ദീസ് ഷേപ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആംഗിൾസ്. എത്ര ആംഗിൾ വരുന്നുണ്ട് എന്നതിനനുസരിച്ച്. 3 ആംഗിൾ, ഇപ്പം ഓരോന്നും നോക്കാം നമുക്ക് എത്ര ആംഗിൾ. ഇത് 4 ആംഗിൾ വരുന്നുണ്ട്, ഇത് 3 ആംഗിൾ, 1 2 3. ഇത് വീണ്ടും 4 ആംഗിൾ വരുന്നുണ്ട്, ഇത് 3 ആംഗിൾ വരുന്നുണ്ട്, ഇവിടെ 5 ആംഗിൾ വരുന്നുണ്ട്. 1 2 3 4 5. ഇവിടെ 3 എണ്ണം, ഇവിടെ 4. അപ്പോൾ നിങ്ങൾ മാച്ച് ചെയ്യണം. 3 ആംഗിൾസ് വരുന്നത് ഇങ്ങനെ മാച്ച് ചെയ്യുക, 4 ആംഗിൾസ് വരുന്നത് ഇങ്ങനെ മാച്ച് ചെയ്യുക. എല്ലാം അതുപോലെ 3 ആംഗിൾസ് വരുന്നത് ഇങ്ങനെ. ഓക്കെ,
5 ആംഗിൾസ് വരുന്നത് മാച്ച് ചെയ്യും. വാട്ട് റിലേഷൻ ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ആംഗിൾസ്? എപ്പോഴും നമ്പർ ഓഫ് ആംഗിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ആംഗിൾസ് നമ്പർ ഓഫ് സൈഡ്സും ഈക്വൽ. അതായത് 4 ആംഗിൾ ഉണ്ടെങ്കിൽ 4 സൈഡും കാണും, 3 ആംഗിൾ ഉണ്ടെങ്കിൽ 3 സൈഡും കാണും. ഓക്കെ. ദെൻ 2D ഷേപ്സ് ദാറ്റ് ഹാസ് ലെസ് ആൻഡ് 5 ആംഗിൾസ്. 5 ആംഗിൾസ് കുറവുള്ളത് എന്ന് വെച്ചാൽ 4 2D ഷേപ്പ് വിത്ത് മോർ ദാൻ 5 ആംഗിൾസ്. 5 ആംഗിൾ എന്ന് പറയുമ്പോൾ 4 സൈഡ് വരെ ഉള്ളത്, 4 സൈഡ് വരെ ഉള്ളത്. ആംഗിളും ഞാൻ പറഞ്ഞല്ലോ, ആംഗിളും സൈഡും സെയിം ആയിരിക്കണം. 3 എണ്ണം ഉള്ളത്, 4 എണ്ണം ഉള്ളത്. ഈ മോർ ദാൻ 5 ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടാനൽ ഷേപ്പ് മുതൽ നമുക്ക് വരയ്ക്കാം. സൈഡ് 6 ഉള്ളത്, 7 ഉള്ളതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ അതിന് ആംഗിൾസും കൂടുതലായിരിക്കും, സൈഡ് കൂടുതലാണെങ്കിൽ. മാർക്ക് ദ റൈറ്റ് ആംഗിൾസ്, റൈറ്റ് ദ നമ്പർ ഓഫ് റൈറ്റ് ആംഗിൾസ് ഇൻ ഈച്ച് ഫിഗർ. ഇതിൽ ഓരോന്നിനും ഉണ്ടാകുന്ന എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്നാണ്. ഇതിൽ 4 റൈറ്റ് ആംഗിൾസ് ഉണ്ടല്ലേ. ഇതിൽ റൈറ്റ് ആംഗിൾസ് ഒന്നുമില്ല. ഇതിൽ റൈറ്റ് ആംഗിൾസ് ഉണ്ടോ? യെസ്, ഇത് ഈ ഒരെണ്ണം റൈറ്റ് ആംഗിളാണ്, ഈ ഒരു ആംഗിളുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആംഗിൾസ് കാണാൻ പറ്റും. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് ഷേപ്സ് ഹാസ് ഓൺലി റൈറ്റ് ആംഗിൾസ്? റൈറ്റ് ആംഗിൾസ് മാത്രമുള്ളത് എന്തിനാണ്? ഇതിനാണ് റൈറ്റ് ആംഗിൾസ് മാത്രമുള്ളത്. ദെൻ ഒബ്സർവ് ദ ഫോളോയിങ് ഷേപ്സ്. ഇവിടെ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ദാറ്റ് ഹാസ് 2 റൈറ്റ് ആംഗിൾസ്, 1 അക്യൂട്ട്, 1 ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓരോ ഷേപ്പും നോക്കണം കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ ഷേപ്പിന് നോക്കിയേ 3 അക്യൂട്ട് ആംഗിൾസ് ആണുള്ളത്. ദെൻ അടുത്തതിന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ദെൻ ഇതൊരു റൈറ്റ് ആംഗിൾ ഉണ്ട്. അപ്പോൾ എത്ര റൈറ്റ് ആംഗിൾ ഉണ്ട്, എത്ര അക്യൂട്ട് ആംഗിൾ ഉണ്ട് എന്ന് നോക്കണേ. അപ്പം ഒന്നാമത്തേതിൻ്റെ നോക്കി 2 റൈറ്റ് ആംഗിൾസ്, 1 അക്യൂട്ട് ആൻഡ് 1 ഒബ്റ്റ്യൂസ്. 2 റൈറ്റ് ആംഗിൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ 2 റൈറ്റ് ആംഗിളൊക്കെ ഉള്ള ഫിഗർ ഏതൊക്കെയാണ്? ഇത് 2 റൈറ്റ് ആംഗിളുണ്ട്. പിന്നെ നോക്കിയേ ഏതാ എത്രാമത്തേൻ്റെയാണ്? അതാ ഇത് അല്ലേ. ഇതിനും 2 റൈറ്റ് ആംഗിളുണ്ട്, 1 അക്യൂട്ട് ആൻഡ് 1 ഒബ്റ്റ്യൂസ്. ശരിയല്ലേ. അപ്പം ഈ 2 ഫിഗറുമാണ് ഒന്നാമത്തെ ആൻസറായിട്ട്. അതായത് 2ഉം 7ഉമാണ്. ഷേപ്പ് ഏതൊക്കെയാണ്? 2ഉം 7ഉം. ഇനി രണ്ടാമത്തെ ചോദിച്ചേക്കുന്നത് 1 റൈറ്റ്, 2 ഒബ്റ്റ്യൂസ് ആൻഡ് 1 അക്യൂട്ട് ആംഗിൾ. ഇത് ഒരു റൈറ്റ് ആംഗിൾ വേണം, 2 ഒബ്റ്റ്യൂസ് ആംഗിൾ വേണം, 1 അക്യൂട്ട്. അപ്പോൾ എത്ര ആംഗിൾ വന്നു? 2, 3, 4. 4 ആംഗിൾസിൻ്റെയും തന്നിട്ടുണ്ടേ. നോക്കാം ഏതാണെന്ന്. ദെൻ ഇത് നോക്കി 1 റൈറ്റ് ആംഗിൾ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഒബ്റ്റ്യൂസ്, 2 ഒബ്റ്റ്യൂസ് ആംഗിൾ വരണം. 2 ഒബ്റ്റ്യൂസ് വന്നിട്ടുണ്ട്. ദെൻ 1 അക്യൂട്ടും. ശരിയല്ലേ. അപ്പം ഷേപ്പ് 10 ആണ് രണ്ടാമത്തേൻ്റെ ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ വന്നിരിക്കുന്നത് എന്താ? 2 ഒബ്റ്റ്യൂസ്, 2 അക്യൂട്ട് ആൻഡ് ആംഗിൾസ്. 2 ഒബ്റ്റ്യൂസും 2 അക്യൂട്ട് ആംഗിൾസ്. അത് കുറേ എണ്ണം ഉണ്ടാവും അല്ലേ. അത് നോക്കിയേ, ഇത് അക്യൂട്ടും ഒബ്റ്റ്യൂസും കൂടെ വന്നതാണ്. ദെൻ ഇത് അക്യൂട്ടും ഒബ്റ്റ്യൂസും കൂടെ വന്നതാണ്. ദെൻ 8, ഇതും അക്യൂട്ടും ഒബ്റ്റ്യൂസ്. ദിസ് ഈസ് ഓൾസോ 9 അക്യൂട്ടും ഒബ്റ്റ്യൂസ്. 11 അല്ലേ. 11 അക്യൂട്ട് ഒബ്റ്റ്യൂസ് ആണ്. ദെൻ 13. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? മൂന്നാമത്തേൽ ഏതൊക്കെയാണ് വരുന്നത്? ഒബ്റ്റ്യൂസ് അക്യൂട്ട് ആംഗിൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. 3, 5, 8, 9, 11 ആൻഡ് 13. ശരിയല്ലേ. ദെൻ 4 റൈറ്റ് ആംഗിൾസ്, 4 റൈറ്റ് ആംഗിൾസ് മാത്രമായിട്ട് വരുന്നത്. ഇത് നോക്കിയേ, ഇത് 4 റൈറ്റ് ആംഗിൾസ് മാത്രമായിട്ടാണ് വരുന്നത്. ഇത് 4 റൈറ്റ് ആംഗിൾസ് മാത്രമായിട്ടാണ് വരുന്നത്. ദെൻ 12, ഇതും റൈറ്റ് ആംഗിൾസ് മാത്രമായിട്ടാണ് വരുന്നത്. ദിസ് ഓൾസോ റൈറ്റ് ആംഗിൾസ് മാത്രമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ് കേട്ടോ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.